ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അടുത്തിരിക്കെ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്ത് സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായാലും ഇവര് തമ്മിലുള്ള സ്നേഹം ഉണ്ടല്ലോ ദൈവീകമാ. ആരൊക്കെ ഇവരുടെ ജീവിതത്തിൽ കയറി എന്തൊക്കെ വില വെക്കാൻ നോക്കിയാലും ദൈവേ ഇവരെ തമ്മിൽ പിരിക്കില്ല. അത് സത്യമാ. സത്യം. ജയം വന്നല്ലോ. ജയവാ. അയ്യോ, ഞാൻ ഇവിടെ നിന്നോളാം സാറേ. അതെന്ത് ഏർപ്പാടാ ചെയ്യാ? ഇനി വന്നേ, വന്നിരുന്ന് കഴിക്ക. അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ സാർ ഇറങ്ങി. അതൊന്നും സാരമില്ല, നമുക്ക് ഒന്നുകൂടെ കഴിക്കാം. വാ. ജയൻ ചേച്ചിയുടെ പി ആണെന്നുള്ള കാര്യമൊക്കെ വേറെ. പക്ഷെ ജയൻ ഇപ്പൊ എന്റെ ബന്ധുവാ, എന്റെ മകളുടെ ഭർത്താവിന്റെ അളിയനാ. വാ, വന്നിരുന്ന് കഴിക്കാം. ഇതെന്താ, അളിയനും അളിയനും ഭയങ്കര നാണക്കാരാണോ? ഇങ്ങോട്ട് വാ ജയ, അളിയൻ കഴിക്കും. അയ്യോ മേഡം, ഒരെണ്ണം മതി, ഞാൻ കഴിച്ചതാ. എന്താ പ്രതാപ, ഇവർക്കെല്ലാം കുടുംബപരമായി കിട്ടിയ അവകാശമാണോ ഈ മാഡം വിളി? ചെറിയ ഞാൻ രാജുവിന് മേടാ. അമ്മായിയായി അംബിക ചേച്ചിയെ രാജു വിളിക്കുന്ന മേടെന്നാ. തീർന്നില്ല, ചെറിയച്ഛനായ ഞാൻ പോലും രാജുവിന് സാർ. രാജു, നീ ഈ മാഡം വിളിയൊന്ന് അവസാനിപ്പിക്കണം. ചേച്ചി അമ്മായി എന്നും യാമിനിയെ ചെറിയമ്മ എന്നും വിളിക്കണം. ഞാൻ ക്രമേണ മാറ്റിക്കൊള്ളാം സാർ. ഞാൻ എത്ര ഭാഗ്യവാനാ സാറേ. അതെന്താ ചെയ്യാ? എനിക്ക് സാറിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലേ, അതിന് അവസരം തന്ന ദൈവത്തിന് നന്ദി. സാർ എത്രയോ വലിയ മനുഷ്യനാ. ഒരു മന്ത്രിയോടൊപ്പം ഞാൻ. എന്താ ചെയ്യാ ഇങ്ങനെ സംസാരിക്കുന്നേ? നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാ, ഭാരതത്തിൽ. ലോകത്തിലെ ഏറ്റവും നല്ലൊരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി മാത്രമാണ് ഞാൻ. ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനസേവകർ മാത്രമാണ് മന്ത്രിമാർ. മാത്രമല്ല, അതിഥി ദേവോ ഭവ എന്നാണ്. അതിഥിയെ ദൈവത്തെ പോലെ കാണണമെന്നാണ് ആപ്തവാക്യം. നമ്മൾ ഭാരതീയർ എത്രയോ വലിയ വിശാല മനസ്കരാ.
നമ്മുടെ സന്ദേശങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഭാരതീയ മതം. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ, ലോകം മുഴുവൻ സുഖമായിരിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എത്രയോ വലിയൊരു അജയ നമ്മൾ ഇങ്ങനെ ചെറുതാവുന്ന എന്തിനാ? ജയം കഴിക്കാം. അല്ലെങ്കിൽ കഴിക്കും. ഇവനെ ഇന്ന് ഞാൻ ശരിപ്പെടുത്തി കൊടുക്കാം. മോൾ ആഹാരം കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ. അതെന്താ? ഭാര്യക്ക് എന്റെ അടുത്തിരിക്കെ. മോളിരിക്കേ. ദേ, നിന്റെ അച്ഛന്റെ അടുത്ത് കസേര കിടപ്പുണ്ടല്ലോ, അവിടെ ഇരിക്കേ. ഇരിക്കരുതേ. മോൾക്ക് ഇഷ്ടപ്പെട്ട കറിയാ, കഴിക്ക. എന്റെ ദൈവമേ, ഞാൻ എത്ര കൊതിച്ചതാ അച്ഛന്റെ ഈ സ്നേഹവും വാത്സല്യം. നീ ഇന്ന് എനിക്കത് തന്നല്ലോ ദൈവമേ. ഈ ഗുഡ് ന്യൂസ് അമ്മയെ വേഗം വിളിച്ചു പറയാം. അത് ശരി. മോളെ, അമ്മേ, ഒരു ഗുഡ് ന്യൂസ് പറയാനാ ഞാൻ വിളിച്ചത്. അകലേ